Assalamualaikum. How are you children? Today we are going to take the lesson 4, that is G complex and keyboard. We have already completed that in the last video, and today we are going to give a summary of that lesson and also learn with fun. Okay, and what was the objective, children? There were 3 objectives about word processor. What is word processor? Wherever the typing, editing work, every action is going on, that software is known as word processor. Get familiar with your word processor in G complex. In G complex, your word processor എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. And why that we are using to type. Word processor എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, it is for word typing, editing work and all will be going on in that. So in this G complex, you are having a word processor, that is your word processor. Okay, that is the name. Your word processor is the name of that software. Understanding special keys and their functions. The functions of keys in the keyboard and their functions and the special functions of special keys. We have learned special keys, right? What were the alphabetic keys? A to Z keys are known as alphabetic keys. 1 to 9 or 0 to 9, that numbers are known as number keys, right? Then what are the special keys, children? Special keys like backspace, arrows, enter, home key, page up, page down. Many keys we learned in the last class, right? If you don't know, just go to that video and see again. Okay, children. So there were caps lock. Okay, what is a caps lock, children? Capital letter short and cap. Okay, caps lock എന്ന് പറഞ്ഞാൽ if you want to make the letters capital letter, we use caps lock. And why we are using shift by pressing shift and you are typing a letter, then it will be capital letter also. അപ്പോൾ എന്തിനാ പിന്നെ ക്യാപ്സ് ലോക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഷിഫ്റ്റ് കീ എന്തിനാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വേർഡൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഒരു വേർഡ് അങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളൊക്കെ സ്മോൾ ലെറ്റർ വരും അല്ലേ? ക്യാപ്സ് ലോക്ക് എന്തിനാണ്? ഫുള്ളായിട്ട് നമുക്കൊരു ഹെഡിങ് ഫുള്ളായിട്ടൊക്കെ ക്യാപിറ്റൽ ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, ഷിഫ്റ്റ് ഇങ്ങനെ നോക്കി പിടിച്ചിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത ബാക്കി ഫുൾ ലെറ്റേഴ്സും എന്താകും, ക്യാപിറ്റൽ ലെറ്ററിലാവും. അതല്ല ഷിഫ്റ്റ് നിൽക്കുന്നത് ഒരു വേർഡ് മാത്രം ക്യാപിറ്റൽ ലെറ്റർ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 1-2 വേർഡ്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി പിന്നെ ലെറ്റേഴ്സ് എഴുതി പിന്നെ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കി പിന്നെ ബാക്കി ലെറ്റേഴ്സ് എഴുതി. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മേക്ക് ഇറ്റ് സിമ്പിൾ ടു ടൈപ്പ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. വി ആർ യൂസിങ് ദിസ് ക്യാപ്സ് ലോക്ക് കീ. Okay, children. And what is home page? Home page key. If you are typing a lot of documents or lot of pages in a document, then when you are in 3rd page and all, that time you want to go to the first page, that time you can use this home page. നമ്മൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ടേന്ന് മേലോട്ട് എത്തണ്ട. പകരം എന്ത് ചെയ്താൽ മതി, കീബോർഡിൽ ഹോം പേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റത്തെ വേർഡിൻ്റെ അല്ല ഫസ്റ്റ് പേജിൻ്റെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റിൽ വന്ന് നിൽക്കും നമ്മുടെ കേഴ്സർ. എന്താ കേഴ്സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ക്രീനിനകത്ത് കാണുന്ന ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ ഒരു ലൈനില്ലേ, ദാറ്റ് ഈസ് നോൺ ആസ് കേഴ്സർ. അപ്പം മൗസിൻ്റെ കേഴ്സർ കാണും എവിടെ, ഫസ്റ്റ് ലൈനിൽ ഓഫ് എ പേജ് ഇഫ് യു ആർ ക്ലിക്കിംഗ് ഹോം പേജ്. അപ്പോൾ എൻഡ് പേജ് എന്താണ്, എൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റ് കുറേ ലൈൻസിൻ്റെ അല്ലെങ്കിൽ കുറേ ബുക്ക് നമ്മളിങ്ങനെ വായിച്ച് പോയപ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് അറിയണം, സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്താൽ മതി, എൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ താഴോട്ടേക്ക് എത്തും. ഓക്കെ, അതാണ് എൻഡ് പേജ് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ പേജ് ഡൗൺ. പേജ് അപ്പ് അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഹോം പേജ് അടിക്കുമ്പോൾ മേലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പേജ് അപ്പ് എന്താ മക്കളെ? പേജ് അപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ പേജിലേക്ക് പോകാനുള്ളതാണ്. ഹോം അടിക്കുമ്പോൾ നന്ന മേലെ ഫസ്റ്റത്തെ ആ ഒരു പേജിലേക്ക് പോകും. പേജ് അപ്പ് അടിക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പേജിൻ്റെ തൊട്ട് മേലോട്ടേക്ക് പോകാനുള്ളതാണ് പേജ് അപ്പ്. പേജ് ഡൗൺ അതുപോലെ തന്നെ. ഇഫ് യു വാണ്ട് ടു കം ഡൗൺ നെക്സ്റ്റ് പേജ്, ദെൻ ദാറ്റ് ഈസ് നെക്സ്റ്റ് പേജ് ഡൗൺ. ആൻഡ് വാട്ട് ഈസ് ടാബ് കീ? നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ദൂരെ സ്പേസ് വിടണം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ സ്പേസ് ബാർ ഇങ്ങനെ കുറേ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പേര് എഴുതി പിന്നെ നെക്സ്റ്റ് വൺ അടിക്കുമ്പോൾ പിന്നെ കുറേ നേരം നമ്മൾ ക്ലിക്ക് ചെയ്യണം അല്ലേ? പകരം എന്ത് ചെയ്താൽ മതി,
ടാബ് ഒരു 2 തവണ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറക്റ്റ് പ്ലേസിൽ നമ്മൾക്ക് നമ്മളുടെ കേഴ്സർ പോയി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, കുറേ ഇങ്ങോട്ടും കുറേ അങ്ങോട്ടും ഒന്നും ആയി നിൽക്കില്ല. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുമ്പോൾ, ടൈപ്പ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ടാബ് ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്താണ്, നമ്മളിങ്ങനെ സ്പേസ് ഇട്ടിട്ടിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. സെക്കൻഡ് ലൈൻ എത്തുമ്പോൾ വീണ്ടും സ്പേസ് ഇട്ടിട്ടെത്തുമ്പോൾ ആ ഒരു കറക്റ്റ് ഓർഡറിൽ കിട്ടൂല. അപ്പോൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ് ഉപയോഗിക്കുന്നത്. Okay children, and the next one, left arrow, right arrow, down arrow and up arrow. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് മേലോട്ടേക്ക് പോകണമെങ്കിൽ അപ്പ്, താഴോട്ടേക്ക് പോകണമെങ്കിൽ ഡൗൺ ആരോ, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് ആരോ, റൈറ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് ആരോ. Okay children, so that are the special keys we learned. Now what is your word? മാം പറഞ്ഞു തന്നു അല്ലേ, what is your word processor? Word processor is a Linux based processor in Gedit. Geditലെ Linux based word processorനെയാണ് your word processor എന്ന് പറയുന്നത് വരുന്നത്. Okay, and why it is used for? Word processors are used only to type and edit text using keyboard. Keyboard വെച്ച് വേർഡ് ടൈപ്പ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, വേർഡ് processor എന്ന് പറയുന്നത് കേട്ടോ. So by this we have completed the revision of the this lesson. Okay, which lesson? Lesson number 4, G complex and keyboard. Now let us see the exercise part of it. ഇത് already Google Meetൽ മാം explain ചെയ്തിട്ടുണ്ടായിരുന്നു and most of you were absent. So those who did not get it, you can write, and those who don't have textbook also. Some of you said that you don't have textbook to mark in the textbook, right? So here is the answer which you can write from here. Okay, so the first question, മാം ഇങ്ങനെ വീഡിയോ ആക്കി ക്വസ്റ്റ്യൻ ആൻസർ തരുന്നത് എന്തിനാണെന്നറിയാം മക്കളെ, മാം ഇത് വായിക്കുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലേൺ. കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചാൽ മനസ്സിലാവില്ല നമുക്ക്. പൊതുവേ കുട്ടികൾക്ക് മനസ്സിലാവാറില്ല ആൻസേഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യാം നിങ്ങൾക്ക്, മാം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസേഴ്സ് മനസ്സിലാവുകയും ചെയ്യും. അത് അതുപോലെ വേഗം മനസ്സിലാക്കി പഠിക്കാനും പറ്റും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നായിരുന്നു. ലേൺ വിത്ത് ഫണ്ണിലെ ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഗ്ലോസ് വെൻ ഡാഷ് കീ ഈസ് ഓൺ. ഏത് കീ ഓൺ ചെയ്യുമ്പോഴാണ് അവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്ത് കീബോർഡിനകത്ത്? ഏതാണ്, ഏത് ലെറ്ററാണ്? ക്യാപ്സ് ലോക്ക്. ഏത് കീ ആണ്? ക്യാപ്സ് ലോക്ക് കീ അമർത്തി കഴിഞ്ഞാൽ കീബോർഡിനകത്ത് എന്ത് കിട്ടും? വി ക്യാൻ സീ എ ലൈറ്റ്. ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ക്യാപ്സ് ലോക്ക് ആണെങ്കിൽ ചെറിയൊരു ലൈറ്റ് ഉണ്ട് കീബോർഡിനകത്ത്, അത് വർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ഡാഷ് കീ ഈസ് യൂസ് ടു എറൈസ് എ ലെറ്റർ ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കഴ്സർ. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കഴ്സറിലെ എറൈസർ എന്ന് കണ്ടാൽ, കമ്പ്യൂട്ടറിൻ്റെ എറൈസർ ഏതാണ് മക്കളെ? ബാക്ക് സ്പേസ് ആണ് എറൈസർ. ഓക്കെ, തേർഡ് വൺ, ഡാഷ് ആക്ട് ആസ് എ നോട്ട് ബുക്ക്. ഒരു നോട്ട് ബുക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ജി കോംപ്ലക്സിലുള്ള ഏതാണ് നമ്മൾ പഠിച്ചേ? എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള വേർഡ് പ്രൊസസ്സർ ഏതാണ്? വേർഡ് പ്രൊസസ്സർ അല്ലേ? യുവർ വേർഡ് പ്രൊസസ്സർ കേട്ടോ. ടു ഗെറ്റ് അപ്പർ ക്യാരക്ടേഴ്സ് പ്രസ് ഷിഫ്റ്റ് കീ. ഓക്കെ, ടു ഗെറ്റ് അപ്പർ ക്യാരക്ടർ, അപ്പർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിനെയാണ് അപ്പർ ക്യാരക്ടർ എന്ന് പറയുന്നത് കേട്ടോ. സോ ക്യാപിറ്റൽ ലെറ്ററിന് ഏത് കീ ആണ് വേണ്ടത്? ഏത് കീയാണ് പ്രസ് ചെയ്യേണ്ടത്? അപ്പർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Gedit is a Linux based word processor. Gedit is a Linux എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബുണ്ടു ആണ് കേട്ടോ. ഉബുണ്ടുവിലെ ഒരു വേർഡ് പ്രൊസസ്സറാണ് Gedit എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ. Gedit എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വേർഡ്സ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് HTML ഒക്കെ ഹയർ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് Geditലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ എന്താണ് Gedit എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്താണ്? അത് വേർഡ് പ്രൊസസ്സറാണ്. ഓക്കെ, ട്രൂ. സെക്കൻഡ് വൺ, ഷിഫ്റ്റ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നത്? നോ, റൈറ്റ്. ഏതാണ്? അപ്പർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് false. Okay, next third one. Delete key is the longest key on the keyboard. Keyboard's longest key, space bar, right? So here they are saying delete key. So that is also false. Enter key is used to type capital letter. Enter key capital letter type ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നോ, എൻ്റർ കീ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ false. So first one is true, the second one is false, third one also false, and fourth one also false. Okay, so true or false also over. Next one is multiple choice questions. Dash key is also known as return key. Return key എന്ന് അറിയപ്പെടുന്ന ഒരു കീ ഏതാണ്? റിട്ടേൺ കീ, എൻ്റർ കീ. Okay, next dash is used to move the cursor to the end of a line. ലൈനിൻ്റെ എൻഡിലേക്ക് എത്താൻ എൻഡ് കീ. Okay, next one, there are dash arrows in a keyboard. How many arrows are there in the keyboard? 4 keys. How many arrows, children? There are 4 keys in the keyboard. That is the multiple choice questions. Options are also there. You can check in your textbook, page number 52. Okay. Next one, press the right key. Here right key, there is a picture. This picture is here. Look at this picture, children. This picture, Devi is there and Dev is there. So you want to change Devi to Dev. Which letter you want to click? Which letter? Which key you want to click? There is letter given there. Okay. So which key you want to click? ഡിലീറ്റ് കീ. ഐനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഐ ഡിലീറ്റ് ചെയ്ത് പിന്നെ ദേവ് എന്ന് മാത്രമേ ആകൂ കേട്ടോ, ഡിലീറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദേവിക എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണം? ദേബിക് എന്നാക്കണം. ദേബിക് എന്നാക്കാൻ എന്ത് ചെയ്താൽ മതി? ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ എ, ക്യാപിറ്റൽ ലെറ്റർ എ നമുക്ക് സ്മോൾ ലെറ്റർ കെ ആക്കണം. എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ക്ലിക്ക് ഷിഫ്റ്റ് കീ ആൻഡ് ടൈപ്പ് സ്മോൾ ലെറ്റർ കീ there. Okay children, so that is finished. Next one, name the following keys. What are the names? What is the first one? First key, ഈ ഒരു key ഏതാണ് മക്കളെ? Tab. Okay, and which is this key? സ്മോൾ ഒരു എ അവിടെ ഉണ്ട്. അപ്പോൾ ആൽഫബറ്റിക് കീ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആൽഫബറ്റിക് കീ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? വലിയ എ ഉണ്ടാകും കേട്ടോ. ഇവിടെ ചെറിയൊരു എ ആണെന്നിട്ട് അതിലിങ്ങനെ ഒരു കള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ, സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നറിയോ? ക്യാപ്സ് ലോക്ക് കീ ആണ് കേട്ടോ, ക്യാപ്സ് ലോക്ക്. നെക്സ്റ്റ് തേർഡ് വൺ ആരോ, വലിയ ആരോ ആണ്. നമ്മുടെ ആരോ കീസിന് ചെറിയ ആരോ, ഒറ്റ ലൈനിലുള്ള ആരോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഇത് കട്ടിയുള്ള ആരോ ആണ് അല്ലേ, അപ്പോൾ അതെന്താണ്? ഷിഫ്റ്റ് കീ, ഷിഫ്റ്റ് കീ. നെക്സ്റ്റ് വൺ ഇതാണ് പറഞ്ഞ ചെറിയ ആരോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. സോ ലെഫ്റ്റ് കീ. നെക്സ്റ്റ് വൺ ഇങ്ങനെ എൻ്റർ ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിലേക്കാണ്, അതായത് മേലെ നിന്ന് താഴോട്ടേക്ക് വരാനുള്ളത് എന്നാണ് കാണിക്കുന്നത്. എൻ്റർ കീ. ഫിഫ്ത്ത് വൺ എൻ്റർ കീ. Now sixth one is space bar. Space bar. ഇത് ഏത് കീ ആണ്? സ്പേസ് ബാർ. അവിടെ സ്പേസ് ബാർ എന്ന് എഴുതിക്കൊള്ളുക കേട്ടോ. നമ്മുടെ കീബോർഡിനകത്ത് സ്പേസ് ബാർ ഉണ്ടാവില്ല, പക്ഷെ അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ആ കീ ഏതാണ്? സ്പേസ് ബാർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫിൽ ദ ക്രോസ് വേർഡ്. ഇവിടെ ക്രോസ് വേർഡ് ചെയ്യാൻ ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ആ ക്ലൂസ് നോക്കിയിട്ട് നമ്മൾക്കിവിടെ ക്രോസ് ചെയ്യണം. ടു ഡൗൺ, താഴോട്ടേക്കുള്ള, അതായത് വെർട്ടിക്കലായിട്ട് കാണിക്കുന്ന ഇതിന് ഈ ഒരു രൂപത്തിൽ കാണിക്കുന്നത് എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ടു മൂവ് കഴ്സർ ടു ദ സ്റ്റാർട്ടിങ് ഓഫ് എ പേജ്. പേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മളുടെ മൗസിൻ്റെ കഴ്സർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കാന്ന്. അപ്പോൾ ഇവിടെ ആ വേർഡ് ക്രോസിൽ നോക്കുക, വൺ എന്ന് എഴുതിയത് എന്താണ്? പി കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പേജ് അപ്പ്, റൈറ്റ്, പേജ് അപ്പ്. ഫസ്റ്റ് വൺ പേജ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ബ്രിങ് ദ കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് എ ലൈൻ. ലൈനിന്റെ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യാ? ടു ബ്രിങ് ദ ബിഗിനിങ്. സെക്കൻഡ് ടു എന്നിട്ടത് എവിടെ നോക്കാം? ബിഗിനിങ് ഓഫ് എ
ആ ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഹോം എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എച്ച് ഉണ്ട് അവിടെ, അപ്പൊ അവിടെ എഴുതിക്കൊള്ളുക ഹോം. നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് അപ്പർ ക്യാരക്ടർ. ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പർ ക്യാരക്ടർ എന്ന് മാം പറഞ്ഞു അല്ലേ. അപ്പൊ അതിലെ അപ്പർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ഷിഫ്റ്റ് കീ ആൻഡ് ടൈപ്പ്, ദെൻ യു വിൽ ഗെറ്റ് ദ അപ്പർ ക്യാരക്ടർ. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ലൈൻ, ഹൊറിസോണ്ടൽ ലൈനായിട്ട് തന്നിരിക്കുന്ന ആ വേർഡ് ക്രോസ് എന്തൊക്കെയാന്ന് നോക്കാം. ദ ലാർജസ്റ്റ് കീ ഇൻ ദ കീബോർഡ്, സ്പേസ് ബാർ. വെരി ഗുഡ്. ടു മൂവ് ദ കഴ്സർ ടു ദ എൻഡ് ഓഫ് എ പേജ്. എൻഡ് ഓഫ് എ പേജിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നിട്ടുണ്ട് പേജിന്റെ എൻഡ് ആണ് കേട്ടോ. അപ്പോൾ പേജ് ഡൗൺ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആ ഫുൾ ഡോക്യുമെന്റിന്റെ എൻഡിലേക്ക് എത്താനാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? എൻഡ് എന്ന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഷിഫ്റ്റ് കീ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ആണ്. അപ്പൊ ഇവിടെ ക്ലൂ തന്നിരിക്കുന്നത് നോക്കിയാൽ സി കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെന്തായിരിക്കും? വെരി ഗുഡ്, ക്യാപിറ്റൽ ക്യാപ്സ് ലോക്ക്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിന്റെ സി ആണ് ക്യാപ്സ് ലോക്ക് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബിഗ് സ്പേസ്. ബിഗ് സ്പേസ് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബിഗ് സ്പേസ്. സെവൻത്ത് വണ്ണ് നോക്കുക, ടി കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ കുറച്ച് ബാക്ക് സ്പേസ്, ഒരു സ്പേസ് വിടാൻ ബാക്ക് സ്പേസ് അല്ലേ. കുറേ സ്പേസ് വിടാൻ ഏതായിരുന്നു ആ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചത്? ടാബ്. വെരി ഗുഡ്, നല്ല മക്കളാണ് കേട്ടോ. ടാബ് കീ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. First question, explain backspace key and delete key. What is backspace key and what is delete key? Answer is here. Backspace key is used as an eraser. It is used to erase the character from left side of the cursor. ബാക്സ്പേസ് കീ, ബാക്സ്പേസ് എഴുതിയിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് താഴെ ബാക്സ്പേസ് കീ എന്താണെന്ന് എഴുതുക. നെക്സ്റ്റ് വൺ എന്താണ്? ഡിലീറ്റ് കീ എന്താണെന്നും കൂടെ അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ഡിലീറ്റ് കീ ഈസ് യൂസ്ഡ് ടു എറൈസ് എ ലെറ്റർ ടു റൈറ്റ് സൈഡ് ഓഫ് ദി കഴ്സർ. റൈറ്റ് സൈഡ് ഓഫ് ദി കഴ്സർ, കഴ്സറിന്റെ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിലീറ്റ് കീ എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ ബാക്ക് സ്പേസും ഡിലീറ്റ് കീയും സെയിം പർപ്പസിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓൺലി ദ ഡിഫറൻറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ് ടു എറൈസ് ദ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കഴ്സർ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് റബ്ബ് ചെയ്യുക, ഡിലീറ്റ് കീയോ റൈറ്റ് സൈഡിൽ നിന്നാണ് റബ്ബ് ചെയ്യുക. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, രണ്ടും എറൈസ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ മക്കളെ? Okay, and the next question, what is the second question? Go to the second question. Second question is, what is the use of tab key? Why we are using the tab key, children? Here, tab key is used to make big space. Tab key is used to make big space between words എന്ന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. Between words. Tab key is used to make big space between two words. ഓക്കെ, രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ വലിയ സ്പേസ് വിടാൻ വേണ്ടിയിട്ടാണ് ടാബ് കീ ഉപയോഗിക്കുന്നത്. ചെറിയ വേർഡ് വിടാൻ എന്താണ്? സ്പേസ് ബാർ ആണ്. ഓക്കെ, വലിയ സ്പേസ് വിടാൻ നമ്മൾ എന്ത് ചെയ്യുക? ടാബ് ഉപയോഗിക്കുക. ഓക്കെ, the next question, what is the function of shift key? Shift keyയുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? What is shift key? What is shift key? Shift key is used to get the upper characters, and it is also used to type a capital letter when the caps lock key is off. ക്യാപ്സ് ലോക്ക് കീ ഓഫ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പർ ക്യാരക്ടർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കീ ഏതാണ്? ഷിഫ്റ്റ് കീ. ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, ഷിഫ്റ്റ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അപ്പർ ക്യാരക്ടേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ടൈപ്പ് ദ ക്യാപിറ്റൽ ലെറ്റർ വെൻ ദ ക്യാപ്സ് ലോക്ക് കീ ഈസ് ഓഫ്. ക്യാപ്സ് ലോക്ക് കീ ഓഫ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഷിഫ്റ്റ് കീ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? We will be getting capital letters only. Okay, then answer number 4. What is your word processor? What is your word processor? Your word processor എന്ന് പറഞ്ഞാൽ എന്താണ്? Answer,
Word processor is a Linux-based word processor in G-Complex. G-Complexിലെ Linux-based word processorനെയാണ് നമ്മൾ Your word processor എന്ന് പറയുന്നത്. Okay, and it is also used to type and edit the text using keyboard. കീബോർഡ് വെച്ച് എഡിറ്റ് ചെയ്യാനും അതുപോലെ ടൈപ്പ് ചെയ്യാനും ടൈപ്പ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ബോൾഡ് ആക്കാനോ ഇറ്റാലിക് ഒക്കെ ആക്കണേനോ നമ്മൾ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വരുത്താനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, വേർഡ് പ്രൊസസ്സറിൽ യുവർ വേർഡ് പ്രൊസസ്സർ എന്ന് പറയുന്ന ജി എഡിറ്റിലുള്ള ഒരു ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതൊക്കെ വേർഡ് പ്രൊസസ്സറാണ്. അതുപോലെ ലേൺ വിത്ത് ഫൺ എന്ന് പറയുന്ന എക്സസൈസ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, so by this we have completed our whole lesson. Watch this class again and again. Write that question answer in your notebook. Question answer and fill in the blanks to be written in your notebook. Other all in the textbook only. Please try to do it. If you have any doubt related to this lesson or any other lessons which we had completed, please call me and ask and clear it out. Okay children, Assalamu alaikum wa rahmatullahi wa barakatuh. Please take care of yourself. Okay.